ഇതിപ്പോൾ ബ്രൈറ്റിലുള്ള വ്യൂ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ യമഹ എഫ്സിയിലൊരു കംപ്ലൈൻ്റ് ഉള്ളതാണ്. പൊതുവെ ഒരു കംപ്ലൈൻ്റ് ഉള്ളതാണ് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി. ഹാലജനാണല്ലോ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിസിബിലിറ്റി കുറവ് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നൊരു ഇഷ്യൂ ആണ്. എത്ര ബൾബ് മാറ്റിയാലും അതിൻ്റെ റീച്ച് കുറവാണ്, വിസിബിലിറ്റി ഭയങ്കര കുറവാണ്, ഷോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് മാറ്റി വേണ്ടിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പകലെ ചെയ്ത്, അപ്പോൾ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഹെഡ്ലൈറ്റാണ് ഇട്ടാക്കുന്നത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 1300 ആ റേഞ്ചിലൊക്കെ പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ഇതാണ്. ഇതിൻ്റെ ഒരു 6 മാസം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് വെക്കുമ്പോൾ ഉള്ളൊരു പോരായ്മയും പിന്നെ എൻ്റെ ഉള്ള സീനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് വിസിബിലിറ്റി എന്നുള്ളത് ഞാൻ ഓടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഓടിച്ചു കാണിച്ചില്ല. നിങ്ങൾ ലോങ്ങിലോട്ട് നോക്കിക്കോ, നല്ല ഇരുട്ടാണല്ലോ. ഓണാക്കി ഇതിപ്പോൾ ബ്രൈറ്റിലുള്ള വ്യൂ കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുകളിലോട്ടൊക്കെ നോക്കിയാൽ ഇത്രയും ഒരു ഏരിയയിലോട്ട് ഇതിൻ്റെ വിസിബിലിറ്റി പോകുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും കണ്ടോ, ഇത്രയും ഏരിയയിലോട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് ആകുമ്പോൾ കണ്ടോ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ബ്രൈറ്റിലുള്ളതാണ്. ഡിമ്മിൽ ഇത് ഇത്രയും വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഡിമ്മ് ബ്രൈറ്റ് ഇതാണ് ഇതിൻ്റെ വിസിബിലിറ്റി. ഇതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഞാൻ ഇതിലൊരു ഫോഗ് ലാമ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോഗ് ലാമ്പിൻ്റെ ഒരു വിസിബിലിറ്റി. പള്ളിയിൽ വാങ്ങി വിളിക്കുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ വണ്ടി റോഡിലോട്ട് ഇറക്കിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി നമ്മൾ രാത്രി അത്യാവശ്യം ഇവിടെ ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതെ ഓടിക്കുന്ന സമയത്ത് ഡിമ്മിലുള്ള വിസിബിലിറ്റി ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഞാൻ ബ്രൈറ്റിലോട്ട് ഇട്ട സമയത്ത് അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബ്രൈറ്റിലാണ് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഓൾറെഡി ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ്, ഇതിലിപ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ഫോഗ് ലാമ്പ് എന്തിനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കുറേ പേർക്ക് അറിയായിരിക്കും. LED എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇലുമിനേഷൻ എന്ന് പറയുന്നത് വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഈ വൈറ്റ് ഷെയ്ഡ് ഫോഗി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് ആ ഫോഗിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, വൈറ്റാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ആ ഒരു ടൈമിൽ നമ്മളത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലുള്ള വിസിബിലിറ്റി ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോഗ് ലാമ്പ് ആഡ് ചെയ്തത്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ ഇലുമിനേഷൻ എന്ന് പറയുന്നത് യെല്ലോ ഷെയ്ഡിലാണ്. അപ്പോൾ ഈ ഫോഗി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ യെല്ലോ കളറിലുള്ള ഒരു ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഫിസിക്സാണ്. അതായത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം സംഭവം തന്നെയാണ്. അത് വെച്ചിട്ട് കുറച്ച് വേവ് ലെങ്ത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ച് കളറുകളുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീന് അങ്ങനെയുള്ള കളറുകൾ. അതുകൊണ്ടാണ് നമ്മൾ യെല്ലോ ഷെയ്ഡ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാട്ടോ നമ്മൾ ഫോഗ് ലാമ്പ് നമ്മൾ സെപ്പറേറ്റ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഏറെക്കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ LED ലൈറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനെങ്കിൽ ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലോങ്ങിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക്, അതായത് നൈറ്റൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഒത്തിരി രാത്രി ടൈമിലൊക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ഹാലോജൻ ബൾബിൻ്റെ വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഒത്തിരി ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് വൈൽഡ് അനിമൽസ് ഇപ്പോൾ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാ വഴി കൂടെ പോകുന്ന സ്ട്രീറ്റ് ഡോഗൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇതാവുന്ന സമയത്തൊക്കെ ഉണ്ട് അത്യാവശ്യം ദൂരത്തോട്ടൊക്കെ ഉള്ള ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൈഡിലോട്ട്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നല്ല രീതിയിൽ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ലോങ്ങിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിസിബിലിറ്റി. ഞാൻ വണ്ടി തിരിച്ചു നിർത്തി കാണിച്ചു കേട്ടോ. യെസ് ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.